ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇത് ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. സ്ലീവ് ഞാൻ പേപ്പറിൽ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. ഇതിൽ ഈ സ്ലീവിൻ്റെ തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇതിൽ പറയണത്. ഈ പഫ് സ്ലീവ് നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മളെങ്ങനെയെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ ശരിക്കും അത് മനസ്സിലാവും. ആദ്യം എടുത്തത് ലൈനിങ് ആണ് കേട്ടോ, ക്രേപ്പിൻ്റെ ലൈനിങ് ആണ്. അത് 4ആയിട്ട് മടക്കിയിട്ടിട്ടാണ് കേട്ടോ അത് ചെയ്യണത്. 4ആയി മടക്കിയ ശേഷം നമ്മൾ 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇത് ഞൊറിവ് പോകാനുള്ളതാണ് കേട്ടോ. ഈ 10 ഇഞ്ച് കാണിക്കണ അവിടെ വരച്ചിട്ട് അവിടെ നമ്മൾ ആ സ്ലീവ് വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സ്ലീവ് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ സ്ലീവിൻ്റെ ലെങ്ത്തും അതും നമ്മൾ ചേഞ്ച് ചെയ്യണം. അതായത് ഇതിൽ കാണിക്കണ പോലെ സ്ലീവിൻ്റെ ലെങ്ത്തിന് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ആദ്യം വരച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നെറുക്കൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അത് നമ്മൾ ഈ വരച്ച് വെച്ച സ്ലീവുമ്മക്ക് കറക്റ്റ് ആക്കിയിട്ട് കൊണ്ട് വരച്ചെടുക്കുക. ഈ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ ഇത് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണണേ, അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം ഇപ്പം സ്ലീവ് നെറുക്ക് 2 ഇഞ്ചും സ്ലീവിനേക്കാൾ 10 ഇഞ്ച് വീതിയും എക്സ്ട്രാ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെട്ടിയത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ്. ക്രേപ്പും സാധാ തുണി അതേപോലെ കോട്ടൻ്റെ ലൈനിങ്ങും അങ്ങനെ 3ആണ് വെക്കണത്. ഇനി ഇതിൻ്റെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് വെക്കുക. മെയിൻ ക്ലോത്തും ഇതുപോലെ തന്നെ 4ആയി മടക്കിയിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഇത് ജിമ്മിച്ചുവിൻ്റെ മെറ്റീരിയൽ ഇനി അതുകൊണ്ട് തന്നെ ഭയങ്കര ഇത് പിടിച്ചാൽ കിട്ടാത്തൊരു ടൈപ്പ് തുണിയാണ്. അതുകൊണ്ട് നന്നായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം ഇങ്ങനത്തെ തുണികളൊക്കെ നമ്മൾ നന്നായി പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാവൂ, കട്ട് ചെയ്യാവൂ. കാരണം ഇത് വിട്ടു പോകും. നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വൈദ്യ പോയാൽ സ്റ്റിച്ച് റെഡി ആവില്ല. അതുപോലെ 4ആയി മടക്കിയിരിക്കണം കേട്ടോ. ഈ തുണി ഞാൻ ഇട്ടപ്പോൾ ഈ സൈഡിൽ ലേശം തുണി കിട്ടായ്മ വന്നിനി. അപ്പം പിന്നെ നേരെ തിരിച്ചിടുകയാണ് ചെയ്തത് കേട്ടോ സ്ലീവ്. കാരണം നമ്മൾ കൈക്കുയിൻ്റെ ആ ഭാഗം ലേസ തുണി ചെരിച്ച് വെട്ടണോടത്തേക്ക് ആ ഭാഗം ആക്കി കൊടുത്താൽ അവിടെ തുണി നമുക്ക് റെഡിക്ക് പോകില്ല. അങ്ങനെ മറിച്ചിട്ടിട്ട് ഇതിലും മെയിൻ ക്ലോത്തും ഈ ലൈനിങ്ങിനേക്കാളും ഒരു 5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് വീതി. അതേപോലെ മേലേക്ക് നീളം എടുത്തിട്ടില്ല, വീതി മാത്രം ഒരു 5 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ഈ സ്ലീവ് വെച്ചിട്ട് അതുപോലെ വരച്ചെടുത്തിട്ട് ആ 5 ഇഞ്ച് പിന്നെ ഞാൻ എക്സ്ട്രാ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എക്സ്ട്രാ കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ അടിയിലെ ലൈനിങ്ങിനേക്കാളും കുറച്ചുകൂടി നല്ല പഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിമേ ബുക്ക് കയറ്റി വെച്ചത്. വെയിറ്റ് കയറ്റി വെച്ചാൽ തുണി നീങ്ങൂല. അപ്പം നമുക്ക് കൃത്യമായിട്ട് വെട്ടി കൊടുക്കുക. അപ്പം അടിഭാഗം വെട്ടാൻ വേണ്ടിയിട്ട് ബുക്ക് നേരെ തിരിച്ച് വെച്ചിട്ട് അടിഭാഗം കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് നേരെ നടുഭാഗത്തൊരു നോച്ചിട്ട് കൊടുക്കുക ക്ലോത്തിൻ്റെ. അതിന് നമുക്ക് നടുഭാഗം തിരിച്ചറിയാനാണ്. കയ്യിന് അടിച്ച് വരുമ്പോൾ അടിക്കുമ്പോൾ കാണിച്ചാൽ 2 സൈഡും ഒരു പോണായി വരണം ഞെറിവ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തത്. കോട്ടൻ്റെ ലൈനിങ് പിന്നെ അതിൻ്റെ അത്ര നമ്മൾ കൊടുക്കണില്ല ഞൊറിവൊന്നും കേട്ടോ. കാരണം പക്ഷേ വലിപ്പം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പേപ്പർ വെച്ചിട്ട് നോക്കിയിട്ട് നമ്മളിതിനെ അത്ര ഞെറിവില്ലെങ്കിലും കറക്റ്റായിട്ട് ആ ലെങ്ത്ത് അതിൻ്റെ വീതി നീളം എത്ര ഉണ്ടോ ആ നീളം കറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. വീതി പിന്നെ ഈ ചെറിയ കൈ വെച്ചിട്ട് മറ്റേൻ്റെ വീതി എടുത്തിട്ട് അതേപോലെ എന്നിട്ട് തിരിച്ച് നേരെ ഞൊറിവ് കുറച്ചിട്ടാണിത് വെട്ടി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ വീഡിയോ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറയണത് നിങ്ങൾക്ക് തിരിയണില്ലെങ്കിൽ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ലൈനിങ്ങും ക്രേപ്പും സാധാ മെറ്റീരിയലും വെട്ടി. ഇനി ഞെറിവിടാനുള്ള ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ ഈ കാണിക്കണത്. നമ്മൾ വെട്ടി വെച്ച സ്ലീവ് ഉണ്ടല്ലോ, ആ സ്ലീവാണ് കറക്റ്റ് സ്ലീവിൻ്റെ ലെങ്ത്ത് വിടുത്തൊക്കെ വരുന്നത്. ഇതിൻ്റെ രൂപത്തേക്ക് ആ സ്ലീവിൻ്റെ വലുപ്പത്തേക്ക് നമ്മൾ ഈ വെട്ടിയ തുണി ചുരുക്കി ഞെറിവിട്ടെടുക്കണം. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ നല്ല എളുപ്പപ്പണി കാട്ടാൻ ആദ്യം ആ ലൈനിങ് എടുത്തിട്ട് ഇത് ഞെറിവിട്ട് ഇങ്ങനെ കൊടുക്കുക. അതായത് ഇതിൻ്റെ ഈ പേപ്പറിലും കട്ടിങ് ഇട്ട് കൊടുക്കുക. ഈ തുണിയിലും ഒരു കട്ടിങ് ഇട്ടുണ്ടാവും നടുഭാഗത്ത്. നമ്മൾ അതിന് കറക്റ്റാക്കിയിട്ട് നമ്മളിതിങ്ങനെ ഞൊറിവിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ തുണി കറക്റ്റായിട്ട് വരണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സുഖം അറിയോ, നമുക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല. കറക്റ്റായിട്ട് ആ സ്ലീവിൻ്റെ വലിപ്പത്തിന് ഇത് കിട്ടും. പിന്നെ ലാസ്റ്റ് തയ്യൽ തുമ്പുള്ളടത്ത് ഞെറിവിടരുത് കേട്ടോ. പിന്നെ കറക്റ്റായിട്ട് അടിഭാഗം പിടിച്ചിട്ട് നമ്മളൊരു കട്ടിട്ട് കൊടുക്കുക. അതേപോലെ പേപ്പറിനും കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നേരെ തിരിച്ച്
നമ്മൾ തിരിച്ച് വെക്കുമ്പോൾ തുണി തിരിച്ച് വെക്കണോണ്ട് മറുഭാഗത്തേക്ക് തിരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഞെറിവ് കൊടുക്കുക. 2 ഭാഗവും ഒരു പോണ വരാൻ വേണ്ടിയിട്ട്. അല്ലാഞ്ഞാൽ 2 ഭാഗത്തേക്കായിട്ടാണ് ഞെറിവ് വരിക. അങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ആ പേപ്പർ അതിൽനിന്ന് എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റ് സ്ലീവിൻ്റെ അടിഭാഗത്തെ ലൂസും സ്ലീവിൻ്റെ ആം ഹോൾ ജോയിൻ്റ് ചെയ്യേണ്ട ഭാഗവും ഒരു പോണ കിട്ടിയിട്ടോ. ഇനി നമ്മൾ ഈ സ്ലീവ് ഇതിൻ്റെ കറക്റ്റ് അളവായി നമുക്ക് കിട്ടി. ഇനി ചെയ്യേണ്ടത് മെയിൻ ക്ലോത്ത് അതിൻ്റെ നുറൂല് വെച്ചിട്ട് നമ്മൾ ഞൊറിവിട്ടെടുക്കുക. കാരണം മെയിൻ ക്ലോത്തിന് കുറച്ച് തുണി കൂടുതലുണ്ട്. നമ്മൾ കുറച്ച് മറ്റേത് 10 ഇഞ്ചാണ് നമ്മൾ കൂടുതൽ ഇട്ടീനി. അപ്പം മെയിൻ ക്ലോത്ത് നമ്മൾ 15 ഇഞ്ച് കൂടുതലിട്ടിട്ടാണ് വെട്ടിയത്. അപ്പോൾ ഇതൊന്നും കൂടി പഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് നോക്കണ എത്രത്തോളം ഇനി തുണി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മൾ ചെയ്തെടുത്തേക്കണ്. ഇതേപോലെ ആയി കിട്ടും. അടിഭാഗം കൂടി ഞെറിവിട്ടെടുത്താൽ ഇതുപോലെ ആയി കിട്ടും. അടിഭാഗം മറ്റേ കാണിച്ചുകൊണ്ട് ഞാൻ അതിൽ കാണിച്ചില്ല കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലൈനിങ് എടുത്തിട്ട് മറുഭാഗത്തു നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇതിൻ്റെ നടുഭാഗം കട്ടിട്ടിട്ട് നല്ല ഭാഗത്തുനിന്ന് അതും തായ് ഭാഗമാണ് ആദ്യം ഞെറിവിടേണ്ടത് കേട്ടോ. കാരണം ഇത് മറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. മറ്റേത് രണ്ടും നമ്മൾ നെറുഭാഗമാണ് ആദ്യം അടിച്ചെടുത്തത്. പക്ഷേ ലൈനിങ് ചെയ്യേണ്ടത് തായ് ഭാഗമാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. അതിന് കുറഞ്ഞൊരു ഞെറിവുണ്ട്. കാരണം ഇങ്ങനെ പറ്റി ചുരുങ്ങി നിൽക്കേണ്ട വെച്ചിട്ടാവും, ഒന്ന് പൊന്തി നിന്നോട്ട് വെച്ചിട്ടാണ് ഇതിന് കുറച്ച് ഞെറിവ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ ആ കുറഞ്ഞ ഞെറിവിട്ട് ഇതടിച്ചെടുക്കുക ആദ്യം അപ്പോൾ അടിഭാഗത്തു നിന്ന് അടിച്ചെടുക്കുമ്പോൾ ഇനി നമ്മൾ നല്ല ഭാഗവും ഒരു ഓണ വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ നമ്മളൊന്ന് നന്നായി വലിച്ച് പിടിച്ചിട്ട് ഒരു പ്രസ്സടി ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഉള്ളിലേക്കാണ് മറിച്ച് കൊടുത്താൽ ഇപ്പോൾ കയ്യിൻ്റെ അടിഭാഗത്തെ സ്റ്റിച്ച് വന്ന് ഇനി അടിഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് അത് നേരെ തിരിച്ച് വെച്ചിട്ട് ആ ലേശം ഞെറിവുള്ളത് കൂട്ടിയിട്ട് കയ്യിൻ്റെ നെറുഭാഗത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് കൂട്ടി അടിച്ചു കൊടുക്കുക. കുറഞ്ഞൊരു ഞെറിവ് അതിനും ഉണ്ടാവും. നമ്മൾ തോനെ തുണി ലൈനിങ്ങിൽ ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ തുണി വെച്ചിട്ട് നേരെ കുറച്ച് സ്പീഡിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കണത്. ഇത്ര സ്പീഡിലൊന്നുമല്ല, കാരണം ഈ ജിമ്മിച്ചൂൻ്റെ മെറ്റീരിയൽ ഞാൻ മെയിൻ ക്ലോത്തൊക്കെ അതിന്മേൽ അടിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല മിനുങ്ങി പോണ തുണി ആയതുകൊണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല കൈ നേരെയായി കിട്ടി നമുക്ക്. ഇപ്പം നല്ല പഫായിട്ട് കൈ കിട്ടി. ആദ്യത്തെ കൈ അടിച്ചത് വീഡിയോ ഓണാക്കിയിട്ടില്ലേ കേട്ടോ. പിന്നെ നോക്കുമ്പോഴാണ് വീഡിയോ ഓണായില്ല എന്ന് മനസ്സിലായത്. പിന്നെ രണ്ടാമത്തെ കൈ വെക്കണതാണ് കേട്ടോ വീഡിയോ കാണിക്കണത്. ആദ്യം ഇതിൻ്റെ നടുഭാഗം പിടിച്ചിട്ട് നമ്മളൊരു കട്ട് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെക്കാൻ. എന്നിട്ട് ഈ നടുവിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടിച്ചത്. നമ്മൾ ഇട്ട കട്ടും നമ്മളെ ഷോൾഡറിൻ്റെ ഏപ്പും ഒപ്പം വെക്കുക. നല്ല ഭാഗം ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. ഒപ്പം വെച്ച ശേഷം അവിടുന്ന് തായ് ഭാഗത്തേക്ക് നമ്മൾ അടിച്ച് പോവുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിൽ ഞാൻ കൈ എങ്ങനെ വെട്ടുക എന്നുള്ളത് കാണിച്ചിട്ടില്ല, അത് ഞാൻ പേപ്പറിൽ വെട്ടിയതാണ് കാണിച്ചത്. ഇനി ഒരു ഡ്രസ്സിന് എങ്ങനെയാണ് നമ്മൾ കൈ വെട്ടുക എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് നേരെ ഇതുപോലെ നമ്മൾ തിരിച്ച് വെച്ചിട്ട് അടിക്കണം. കാരണം അവിടെ എവിടെയെങ്കിലും കുടുങ്ങുക എന്തെങ്കിലും ചെയ്തണോ എന്നുള്ളത് നോക്കണം കേട്ടോ. എന്നിട്ട് തിരിച്ച് വെച്ച് അടിക്കാവൂ. അങ്ങനെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിച്ച് നമ്മൾ അയച്ചടിക്കണം. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, തുണി കുടുങ്ങാതെ. 2 ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ഒരാളെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ആ ഡ്രസ്സിന് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ പഫ് സ്ലീവ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയി നിൽക്കണം, എല്ലാവരും നോക്കണൊരു നല്ലൊരു സ്ലീവാണല്ലേ. ഇതൊരു അനക്ക് ലേശം ഏറുണ്ടായിനി. അപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് മടക്കി കൊടുത്ത് ഒരു ചെറിയൊരു ഞെറിവാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ചെയ്തത് ഒരു സൈഡിലേക്ക് ഒരു അനക്ക് ഏറെ വന്നത്, കാരണം പഫല്ലേ. അപ്പം പിന്നെ അതങ്ങോട്ട് വെട്ടിക്കളയണ്ടെന്ന് കരുതിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഉള്ളൊക്കെ നല്ലോണം ഉള്ളിലേക്കാക്കി വെച്ചിട്ട് ഇത് അടിക്കാവൂ. കാരണം ഇത് സ്റ്റിച്ചിങ്ങിൽ കുടുങ്ങിയാൽ പിന്നെ നമ്മൾ കഴിച്ചടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഭയങ്കര പണിപ്പെടും. അപ്പോൾ കണ്ടില്ലേ, ഈ സ്ലീവ് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനല്ലേ. നല്ല ഭംഗിയുണ്ട്. ആ കൈഭാഗം നമ്മൾ ഉള്ളിലേക്ക് കൈയിൻ്റെ അവിടെ പ്രസ്സടി പുറത്തു കൂടെ കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം അപ്പോൾ അതൊരു അഭംഗിയായി തോന്നി, അതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ കൈയിൻ്റെ മട്ടം. ഇനി നമ്മളിത് 2 സൈഡും കൈയിൻ്റെ ഇവിടെ കൂട്ടി അടിച്ചാൽ കൈ റെഡി. ഇത്ര സിമ്പിളാട്ടോ. ഒന്ന് ചെയ്ത് നോക്കേണ്ടി, പറ്റുമെങ്കിൽ വീഡിയോ വിട്ടുതരണ്ടിട്ടോ. ഇതുപോലത്തെ ഫ്രോക്കുകളൊക്കെ ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ ചെയ്തു തരുന്നതാണ്. കസ്റ്റമൈസേഷൻ ചെയ്യുന്ന എല്ലാവിധ ഫ്രോക്കുകളും കസ്റ്റമൈസേഷൻ ചെയ്യണതാണ് കേട്ടോ. ഈ ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വീഡിയോ ഞാൻ വിട്ട് തരാം കേട്ടോ.
കാരണം എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുമോയെന്ന് അറിയില്ല. എഡിറ്റ് ചെയ്തിട്ട് വിട്ടുതരാം. ഇതുപോലത്തെ ഫ്രോക്കുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ എല്ലാവിധ ഡ്രസ്സുകളും കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഏത് സ്റ്റിച്ചിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുള്ളത് പറഞ്ഞാൽ ആ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.